ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഡ്ഡലി കുക്കറിലുള്ള റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് ലാസ്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രെൻഡിങ് ഒക്കെ അവസാനിക്കുന്ന ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൈകിട്ടേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ വെളുത്തുള്ളി, അതേപോലെ മുളക്, ചിക്കൻ, ഇതിൽ പൊട്ടിച്ച മുട്ട ഒഴിക്കുന്ന കുഴിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന് ശേഷം നമുക്കത് വേവിക്കാൻ വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം സൂപ്പറാണ്. അപ്പോൾ അത് 2 മുട്ടയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കട്ട് ചെയ്തതാ വലിയുള്ളി, അതേപോലെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയും അതേപോലെ വെളുത്തുള്ളി, മുളക് എല്ലാം കൂടെ അരച്ചെടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പം നമ്മൾ സോസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനും കൂടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈര്, അതേപോലെ കുറച്ച് വിനാഗിരി, കുറച്ച് ഉപ്പ്, അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതടിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇത് ചോപ്പറിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത ചിക്കൻ വെജിറ്റബിൾസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസും ചിക്കനും പിന്നെ ലാസ്റ്റ് നമ്മൾ മയണൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഒരു ചെറിയ പോട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞപ്പം ഞാനിതൊരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൽ 2 പാക്കറ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ബോട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് തോന്നും. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ സോസും അതേപോലെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബ്രെഡിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ നമുക്ക് വെജിറ്റബിളിന് ചിക്കൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിന് മുകളിലേക്ക് ഓരോന്ന് കുറച്ച് മസാല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ 1-2 സ്പൂണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് 2 ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെയ്യാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം, ഹെൽത്തിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ബ്രെഡിനകത്ത് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയും ചെയ്യാം.